ഇനി തിലകൻ ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച്. 6 മക്കളാണ് തിലകൻ ചേട്ടന്. അതിൽ 2 പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷമി തിലകൻ, ശോഭി തിലകൻ. ഷമി അറിയപ്പെടുന്ന നടനാണ്, ശോഭി പേരുകേട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. തിലകൻ ചേട്ടൻ്റെ ഏറ്റവും മൂത്ത മകൻ ഷാജി തിലകൻ. പിന്നെ 2 പെൺമക്കളാണ്, സോണിയ, സോഫിയ. പിന്നുള്ളത് ഷിബു. ഇതിൽ സോണിയയും സോഫിയയും ഷിബുവും സോണിയയുടെ ഭർത്താവ് ശിവപ്രസാദും ഇന്ന് ഈ വേദിയിൽ പങ്കിടാനായി നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഇത് സോഫിയ, പ്ലീസ് ഇരിക്കും. ഇത് സോണിയ, സോണിയയുടെ ഭർത്താവ് ശിവപ്രസാദ്, പ്ലീസ്. ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ശാഠ്യക്കാരനാണ് അല്ലേ? അങ്ങനെ കുറച്ച് ദേഷ്യത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ആളാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. എങ്ങനെയാണ് ഒരു അച്ഛനെന്ന നിലയ്ക്ക് വീട്ടിലെങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യപ്പെടുമോ, അതല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര ശാഠ്യക്കാരനാണോ? ദേഷ്യപ്പെടാറുണ്ട്, പക്ഷേ അത്ര തന്നെ സ്നേഹിക്കാറുമുണ്ട്. ദേഷ്യപ്പെടാറ് മാത്രമല്ല അല്ലേ? എങ്ങനെയാണ് തിലകൻ ചേട്ടൻ്റെ ഒരു സ്നേഹം, ഒരുപാട് ഒരു അച്ഛൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ച എന്തെങ്കിലും ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല, ഏത് കാര്യത്തിലായാലും അച്ഛൻ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല. ഉപദേശിച്ചാലും പിന്നെ അച്ഛൻ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്തു. അതങ്ങനെ പെൺമക്കളോട് മാത്രമാണോ ആ ഒരു സ്നേഹം? ആൺമക്കളോട് ഇല്ലേ അത്രയും? അങ്ങനെയില്ല, ആൺമക്കളോട് കുറച്ച് പരുക്കനായിട്ട് നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. പെൺമക്കളുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട്. എന്താണ് ഈ പെൺമക്കളോടൊരു കൂടുതൽ സോഫ്റ്റ് കോർണർ തോന്നാനും? പെട്ടെന്ന് പറഞ്ഞാൽ പെൺമക്കളായതുകൊണ്ട് തന്നെയാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ ഈ പെൺമക്കളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ സ്നേഹം തിരിച്ചു കിട്ടുക. പിന്നെ മറ്റൊന്ന്, അവരൊരു പരിധി കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോകും. കുറേ വർഷങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും, അത് കഴിഞ്ഞാൽ അവർ വേറൊരു ജീവിതത്തിലേക്ക് പോവാണ്. അപ്പോൾ അത്രയും നാളുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുക അത്രയും ചെയ്തു കൊടുക്കുക. വളരെ കുറച്ച് നാളത്തെ പരിചയമല്ലേ ഉള്ളൂ ശിവപ്രസാദിന് തിലകൻ ചേട്ടന് അല്ലേ? നേരത്തെ തിലകൻ എന്ന് പറഞ്ഞ നടനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? തിലകൻ എന്ന് പറഞ്ഞ അച്ഛനെ ഇപ്പോഴേ അടുത്ത് അറിയാൻ തുടങ്ങിയിട്ടൊരു മാസം അല്ലേ ആയിട്ടുള്ളൂ. എന്താണ് അച്ഛനെ കുറിച്ച് എന്താണ് ശിവപ്രസാദിന് പറയാനുള്ളത്? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുമോ അതേ രീതിയിൽ തന്നെയാണ് എനിക്കിവിടെ വന്നിട്ടും ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് തരുന്നേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ ഞാൻ അദ്ദേഹമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രായത്തിലേക്ക് വളരെ ചെറുതാണ്, എന്നാലും ആ റെസ്പെക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു അച്ഛൻ. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള രീതിയായിരിക്കും തിലകൻ ചേട്ടൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. തിലകൻ ചേട്ടൻ സോഫി ഒന്നും പറഞ്ഞില്ല അച്ഛനെ പറ്റി. അച്ഛൻ വഴക്ക് പറയാറുണ്ടോ, അടിക്കാറുണ്ടോ? അടിച്ചിട്ടില്ല, അടിക്കാറില്ല. അതല്ലേ? കൊച്ചിലെയൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും ഫോഴ്സായിട്ടൊന്നും അടിച്ചിട്ടില്ല. ചുമ്മാ കൈവീശി അടിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മോടൊപ്പം ഈ വേദി പങ്കിടാനെത്തുന്നത് തിലകൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട മകൻ ഷിബു തിലകൻ. ഷിബുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷിബു. തിലകൻ ചേട്ടനിലെ അച്ഛനിലെ നടനെ എങ്ങനെയാണ് ഷിബു വിലയിരുത്തുന്നത്? എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സത്യൻ, നസീർ, അങ്ങനെ ഇതുവരെ ഉള്ളതുണ്ട്. അന്നുവരെ ഉള്ളതിൽ എല്ലാവരെക്കാളും വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നൊരു ആക്ടറാണ്. എന്നുവെച്ചാൽ വളരെ തന്മയത്തോട് തന്നെ, അതായത് നമ്മൾ ആക്ട് ചെയ്യാൻ തോന്നത്തില്ല, നമ്മൾ അതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ലയിച്ച് ചെയ്യുന്ന. അത് അതിനു വേണ്ടി ചേർന്നെടുക്കുന്ന ഒരു പെയിൻ, അതല്ല അതിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രെയിൻ, അത് ഷിബുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? പുള്ളി എപ്പോഴും ഇപ്പം സെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പല സെറ്റിൽ അച്ഛനും പോയിട്ടുണ്ട്, ചേട്ടനും അറിയില്ല. അപ്പോൾ അന്നേരം ഒരു ഇത് കിട്ടി, സ്ക്രിപ്റ്റ് കിട്ടി വായിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ല ചോദിച്ചാലും പുള്ളി അതിങ്ങനെ ചിലപ്പോൾ കേൾക്കാത്ത പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ച ദിവസം ചോദിച്ചു എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പോൾ ഞാനത് അതിലേക്ക് ഇങ്ങനെ ആ കഥാപാത്രത്തോട് കൂടുതൽ എഴുകിച്ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകും മനസ്സ്. മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രമേനോൻ്റെ ഒരു പടത്തിൽ അച്ഛൻ മരിക്കുന്നൊരു സീനുണ്ട് ലാസ്റ്റ്, ബാലേന്ദ്രമേനോൻ മടിയിൽ കിടന്നിട്ട്. അപ്പോൾ ആ പടത്തിൽ നമ്മളിങ്ങനെ, അപ്പോൾ ഞാൻ മുമ്പ് പടം കാണുമ്പോൾ നമ്മൾ അത്ര ഇൻവോൾവ് ആയിട്ട് കാണാറില്ലായിരുന്നു. പക്ഷേ അതിങ്ങനെ അച്ഛൻ ലാസ്റ്റ് ഒരു ദൂരെ നിന്ന് പാട്ട് കേൾക്കുന്നു, എന്താണ് സ്വർഗ്ഗവാതിൽ തുറന്നു സ്വർഗ്ഗലോകം തുറന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനടുത്തേക്ക് വന്നിട്ട് പുള്ളിയുടെ മടിയിൽ ഒന്ന് മരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള രീതിയിൽ തുടർന്ന് കരയായിരുന്നു. അതിനുശേഷം പല പടങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ആദ്യമായിട്ട് കരയുന്നത് ആ ഒരു പടം കണ്ടപ്പോൾ. ആ പാത പിന്തുടർന്നൊരു നടനാകണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല.
സത്യം പറഞ്ഞാൽ അച്ഛനെ ഒരിക്കലും കാണാൻ കിട്ടാറില്ല. എപ്പോഴും നോക്കിയാലും ഞാൻ ജനിച്ച കാലം മുതൽ അച്ഛൻ നാടകത്തിൽ അഭിനയിക്കുന്നു. അച്ഛനായിട്ട് ഇപ്പോൾ ഈ സെറ്റിൽ പോയി തുടങ്ങിയ പക്ഷേ അച്ഛനായിട്ട് കൂടുതൽ ഞാൻ അടുത്ത് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ലൈഫൊന്നുമില്ല, നമുക്ക് ഫാമിലി ലൈഫില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ അടുത്ത് നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ കല്യാണത്തിന് അച്ഛനും ഞാനും കൂടെ അന്ന് ചേട്ടനുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് വന്ന് കണ്ടപ്പോഴത്തേക്കും അന്ന് എല്ലാവരും വന്ന് അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഉള്ളിൽ തോന്നി ഞാനൊരു നടനായിരുന്നെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്നവരെല്ലാം വന്നിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നൊരു അത്ര ആ കഴിവുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പം അന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതിന് മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല അതിന് വേണ്ടിയിട്ട്.